എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ MBBS കോഴ്സിന് വേണ്ടി നടത്തിയ നീറ്റ് എക്സാം നീറ്റ് അല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നൊരു വാർത്ത നാം ഏവരും അതീവ ജിജ്ഞാസയോടും ഭയത്തോടും ശ്രവിക്കുകയുണ്ടായി. ഇവിടെ നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇന്ന് MBBSന് അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളിൽ എത്ര പേര് സാധാരണക്കാരായ കുട്ടികൾ ഉണ്ട്? ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെപ്പോഴെങ്കിലും? ഇന്നിതാ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുടെ ഒരു അതിപ്രസരിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവിധ മീഡിയാസുകളും പ്രഗത്ഭ മീഡിയാസുകളൊക്കെ അവരുടെ പരസ്യത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പരസ്യങ്ങൾ ചെയ്യുന്നു അല്ലേ? ഈ എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു വിദ്യാർത്ഥി ചെലവഴിക്കേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരേ ഒരു ചോദ്യം, നമ്മുടെ ഈ വിദ്യാർത്ഥികളിൽ യോഗ്യതയുള്ള എത്രയോ വിദ്യാർത്ഥികൾ ആ ഉന്നത വിദ്യാഭ്യാസ കോച്ചിങ് സെൻ്ററിലേക്ക് സമീപിക്കാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ മക്കൾ ഒരിക്കലും ഇനി ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ നിഗമനം. അല്ല, അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത്. കാരണം ലക്ഷങ്ങൾ ചെലവഴിക്കാൻ താല്പര്യമുള്ള റെഡിമെയ്ഡ് ഡോക്ടേഴ്സിനെ സൃഷ്ടിക്കാൻ താല്പര്യമുള്ള ഒരു പറ്റം കോച്ചിങ് സെൻറ്റേഴ്സുകൾ കൂനുകളെ പോലെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ലക്ഷക്കണക്കിന് രൂപകളാണ് ഓരോ എൻട്രൻസ് എക്സാം കഴിയുമ്പോഴും അവർ കളക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കോളനികളിലൊക്കെ മിടുക്കരായ നല്ല ബുദ്ധിശക്തിയുള്ള എത്രയോ വിദ്യാർത്ഥികളുണ്ട്, നമുക്കറിയാം. പക്ഷെ അവർക്ക് എങ്ങനെ ഈ എൻട്രൻസ് കോച്ചിങ്ങിൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ റാങ്കുകളിലേക്ക് കയറി പറ്റില്ല. കാരണം നിതാന്തമായ പരിശീലനത്തിലൂടെ റെഡിമെയ്ഡ് ഡോക്ടേഴ്സിനെ, ചിലപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഡോക്ടറാവാൻ താല്പര്യം ഇല്ലാത്തൊരു വിദ്യാർത്ഥിയെ പോലും രക്ഷിതാക്കളുടെ കമ്പൽഷന്, നിർബന്ധത്തിന് വിധേയമായി അവരെ ഡോക്ടേഴ്സായി പടച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തോ ആട്ടെ, ഞാൻ ഇവിടെ ആവശ്യപ്പെടുന്നത്, ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഭരണമാറ്റമൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഒരു കാര്യം താല്പര്യപ്പെടുകയാണ്. അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ കോച്ചിങ് സെൻ്ററുകളെ ഞാൻ നിരോധിക്കണമെന്നാണ്. അല്ലെങ്കിൽ അത്തരം കോച്ചിങ് സെൻ്ററുകൾക്ക് ഒരു കടിഞ്ഞാനിട്ട് നമ്മുടെ സ്കൂളുകളിൽ വെച്ച് തന്നെ പ്രഗത്ഭരായ എത്രയോ അധ്യാപകരുണ്ട്. ആ അധ്യാപകരെ കൊണ്ട് സ്കൂളിൽ വെച്ച് തന്നെ എൻട്രൻസ് കോച്ചിങ് കൊടുക്കാൻ ഒന്ന് ചിന്തിച്ചുകൂടെ? എന്നാൽ എത്രയോ കഴിവുള്ള, നമുക്കറിയാം, ഇപ്പോൾ ഈ സ്പോർട്സ് മേഖലയിലും അങ്ങനെ തന്നെയാണ്. മസിൽ പവറുള്ള, നന്നായി കളിക്കാനൊക്കെ താല്പര്യമുള്ള എത്രയോ ഫുട്ബോൾ പ്ലെയേഴ്സ് മുൻനിരയിലേക്ക് വരുന്നില്ല. അതുപോലെ ക്രിക്കറ്റ് പ്ലെയേഴ്സ് മുൻനിരയ്ക്ക് വരുന്നില്ല. അവിടെയും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഇന്ന് നമ്മളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഡോക്ടർമാരൊക്കെ ഒരു കാലത്ത് ഇത്തരം എൻട്രൻസ് എക്സാമിലൂടെ കയറി വന്നല്ല, ഒരിക്കലുമല്ല. അവരെല്ലാം നമുക്ക് എന്തുകൊണ്ട് +2 ലെവലിലെ മാർക്കിനൊരു വെയിറ്റേജ് കൊടുത്തുകൂടാ? അല്ലേ? ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് അതിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തുകൊണ്ട്? കാരണം +2-ൽ വളരെ കഷ്ടപ്പെട്ട് ഓരോ സബ്ജക്റ്റുകൾക്കും നല്ല മാർക്ക് നേടിയ എത്രയോ വിദ്യാർത്ഥികളുണ്ട്. ആ മാർക്കുകൾക്ക് ചെറിയൊരു വെയിറ്റേജ് കൊടുത്തിട്ട് എൻട്രൻസ് എക്സാം വേണ്ട എന്ന് പറയുന്നില്ല, അതിലൂടെ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഏർപ്പെടുത്തിക്കൂടെ? അല്ലെങ്കിൽ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റെഡിമെയ്ഡ് ഡോക്ടേഴ്സിൻ്റെ ഒരു ശ്രേണി തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ കലാലയങ്ങളിൽ ഇതിനായിക്കൊണ്ടുള്ള ട്രെയിനിങ് നമുക്ക് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ് തൊട്ട് തന്നെ നൽകിക്കൂടെ? അല്ലേ? കാരണം ഇന്ന് പകരം നമ്മൾ കണ്ടുവരുന്നത് പല സ്കൂൾ അധ്യാപകരും ഇത്തരം എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൽ പോയി ക്ലാസ് എടുത്ത് അവിടെ ഉന്നത വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്ന പരിശ്രമത്തിലാണ്. എനിക്ക് അത്തരം അധ്യാപകരോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം,
സാമാന്യം നല്ല രീതിയിൽ ശമ്പളം ലഭിക്കുന്ന ഒരു +2 അധ്യാപകന് എന്തിനാണ് പ്രൈവറ്റ് അത് പാടില്ല എങ്കിലും വളരെ രഹസ്യമായിട്ട് പല അധ്യാപകരും ഈ മേഖലയിലുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് പുതിയതായി വരുന്ന നമ്മുടെ മിനിസ്റ്റർ ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തണമെന്നുള്ള ഒരേ ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത്. കാര്യമില്ല, ഈ വീഡിയോകൾ കേൾക്കുന്നവർ കഴിയുന്നത്ര ഷെയർ ചെയ്താൽ ക്രമേണ സാവധാനമെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെടുമെന്നും അത്തരം ഒരു നീക്കം ഭാവിയിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ.